സംഗതിയൊക്കെ ശരിയാണ്. മഴ പെയ്താലും കുറ്റം, മഴ പെയ്തില്ലെങ്കിലും കുറ്റം, മഴക്ക് എപ്പോഴും കുറ്റം തന്നെയാണ്. എന്നാൽ ഇങ്ങനൊരു പെയ്യലുണ്ട്, എന്ത് മാഞ്ഞാലത്തിലെ മഴ പെയ്യലാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫാണോ? നിങ്ങൾക്കൊക്കെ സുഖമാണോ? എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് സംക്രാന്തി ദിവസം, അതായത് മിഥുനം ലാസ്റ്റ് ദിവസത്തെ നമ്മളെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് ക്ലീനിങ് പരിപാടികൾ, സംക്രാന്തി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി എന്ന് അങ്ങോട്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ചപ്പാത്തി പോലത്തെ ഒരു സാധനമാണ്. ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടാക്കിയതാണ് കേട്ടോ, കുറച്ച് കട്ടിയിലുള്ളതാണ്. അപ്പോൾ അതുണ്ട്, പിന്നെ നമുക്ക് കടലക്കറി ഉണ്ട്, പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ്റെ കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ചായ കൂടി അങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് ചെറിയൊരു എന്താ പറയുക, മഴക്കൊന്ന് മാറി നിന്നിട്ടുള്ളൊരു അന്തരീക്ഷം കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി. മുറ്റത്ത് ഇതാ ഇങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. നമ്മളെന്തെങ്കിലും കുഴിച്ചിടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരൊറ്റൊന്നും പൊടിക്കൂല. ഇതുപോലെ ഇങ്ങനെ കാടാവാൻ വേണ്ടിയിട്ട് ഇത് ഇതിന് മാത്രം വളപ്പം ഈ മണ്ണിൽ എവിടുന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ 2 ദിവസം നമ്മളൊന്ന് ചൂല് തൊടിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇതാണ് അവസ്ഥ അല്ലേ. ഫുള്ള് തൂവൻ്റെ എലിയാണ് അത് ഒന്നാമത്. അപ്പോൾ നന്ദൂട്ടിന് ശിഖമോളൊക്കെ ഇറങ്ങിക്കണത് വേറെ ഒന്നിനല്ല കേട്ടോ, നന്ദൂട്ടിന് മുടി വെട്ടണം. മുടി തന്നെ മാസത്തിൽ അവന് മുടി വെട്ടണം, അതാണ് ഇപ്പോഴത്തെ അവൻ്റെ പ്രാന്ത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മുടി വെട്ടാൻ അങ്ങനെ മാസത്തിൽ മുടി വെട്ടാനൊന്നും ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്താക്കി, എന്നാൽ ഞാൻ എന്തെങ്കിലും പണി എടുത്തുതരാം, അമ്മ പൈസ ഓരോ ഡിസൈൻ കാണുന്നിട്ട് അതിനനുസരിച്ച് മുടി വെട്ടാനാണ് മൂപ്പര്. അതാണ് അവൻ്റെ ഇപ്പോഴത്തെ ഒരു ഹോബി. അപ്പം ഞാൻ എന്താക്കി, എന്നാൽ പിന്നെ ഈ ഒരു ഭാഗം മൊത്തം ഈ വൃത്തിയാക്കിക്കുക, ഞാൻ മുന്നത്തെ ഭാഗമൊക്കെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ മുടി വെട്ടാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. നിങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ വലിയ ഉഷാറിൽ പണിയെടുക്കാൻ നിന്നതൊന്നല്ല. അപ്പം അങ്ങനെ ഓരവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതാ 2-3 ചട്ടി ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടേനിട്ട്. അപ്പം അതിലൊക്കെ ഒന്ന് ചെടി മാറ്റി കുഴിച്ചിട്ടാനുള്ള ചെടിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിട്ടെന്ന് വെച്ചിട്ട് ഞാൻ അതിന് നിന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചെടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും ഇവിടെ കാണുന്ന ഈ ചെടികൾ ഇവിടെ തരിശ് ഭൂമിയായിട്ട് കിടന്ന സ്ഥലമാണ്. എൻ്റെ മുറ്റത്ത് ഒരു ചെടിയും ഇല്ലാത്ത ഒരാളേനിട്ട്. എനിക്ക് ചെടി ഇങ്ങനെ ഉണ്ടായൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് നോക്കി നടത്താനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പറഞ്ഞത്, അബി മുറ്റത്തൊക്കെ ചെടിയൊക്കെ എന്തെങ്കിലും നട്ട് പിടിപ്പിക്കുക അബി, നല്ല രസം ഉണ്ടാവില്ലേ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിരികേറ്റിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതുണ്ടെങ്കിലും ഒരു സമയത്ത് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ത്വര അങ്ങോട്ട് വരും. ഇതായി ഈ സമയം ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പം പെട്ടെന്ന് പൊടിച്ച് വരുമല്ലോ ചെടികളൊക്കെ, പിന്നെ കേടാവേണ്ടത് വേഗം കേടാവണമെങ്കിൽ കൂടി സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഭയങ്കര ആ ഒരു ത്വര വന്നിട്ട് ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ കുറച്ചൊരു പച്ചപ്പൊക്കെ കാണാനുണ്ട് വീട്ടിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം നിങ്ങൾക്കാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട് ഇങ്ങനെ ചെടികളൊക്കെ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണെന്ന്. അപ്പോൾ ഇതാ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കുമ്പോഴത്തേക്ക് അതാ മഴ അങ്ങോട്ട് പെയ്ത്. മഴ ഇപ്പോൾ പെട്ടെന്നാണ് പെയ്യല്. നമ്മൾ വിചാരിക്കും ഇന്നത്തെ ദിവസം വെയിലാണെന്ന് വിചാരിച്ച് കൂടെ പോരുമ്പോഴത്തേക്ക് മഴ അങ്ങോട്ട് പെയ്യും. അപ്പോൾ അതാ മഴയൊക്കെ പെയ്ത് അപ്പോൾ പിന്നെ വേഗം അകത്ത് കയറി. പിന്നെ കുട്ടികൾക്ക് തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നന്ദൂട്ടൻ മുടി തല വെട്ടാൻ പോയി, നന്ദൂട്ടൻ മുടി വെട്ടാൻ പോയി. ശിഖമോക്ക് ഞാൻ എണ്ണയൊക്കെ തേച്ച് ഓളെ കുളിക്കാൻ പറഞ്ഞയച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ മഴയൊന്നും അങ്ങോട്ട് ചാറി, പെട്ടെന്നൊരു മഴ പെയ്ത് അതങ്ങോട്ട് ചാറി നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ ഒരു ചാറിൽ തന്നെ വേഗം അങ്ങോട്ട് മിറ്റും കൂടി അങ്ങോട്ട് അടിച്ച് വാരിയിടാം, എന്നാലേ ഒരു വൃത്തിയാവുള്ളൂ. അപ്പോൾ ഞാൻ മിറ്റും അങ്ങോട്ട് അടിച്ച്. ഇന്നിപ്പം എന്തായാലും നമ്മൾ മുക്കുമൂലയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കേണ്ട ഒരു ദിവസമാണ് സംക്രാന്തി ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാന്ന് വിചാരിച്ചിട്ട് മിറ്റടിക്കാൻ നിന്നതാണ്. അതിന് മുമ്പ് ഞാൻ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അതെനിക്കിങ്ങനെ പൂവിടുന്ന ചെടികളെക്കാളും ഇഷ്ടമാണ്. ഇതുപോലെ ഇലകളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ചെടികളില്ലേ, അപ്പോൾ ഇതുപോലത്തെ അഗ്ലോണിമി അങ്ങനെ എന്തൊക്കെയാണല്ലേ ഇതിൻ്റെ പേരും അഡ്രസ്സൊന്നും നമുക്കറിയില്ല. കാണാൻ ഇഷ്ടമുണ്ടായിട്ട് ഇവിടുന്നൊക്കെ ഇതുപോലെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഓരോന്നായിട്ട് കുഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വിസ്തരിച്ച് പരടേക്കുമ്പോൾ ഓരോരുത്തർ വിചാരിക്കും വെള്ളിതിപ്പോൾ എവിടുന്നാണ് വരുന്നത്, ഇതൊക്കെ ഇപ്പോൾ ചെടികൾ ഇപ്പോൾ ഇതൊക്കെ എന്തിത്താണെന്ന് വിചാരിക്കും. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഈ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ഊപ്പാടളക് വരെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മിറ്റും അങ്ങോട്ട് അടിച്ച് കയ്യോടെ തന്നെ മിറ്റും അങ്ങോട്ട് അടിച്ച് വാരിയിട്ട് ഇനിയുള്ള നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഡീക്ലട്ടർ ചെയ്ത് ഈ ഒരു സംക്രാന്തി ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത സംഗതികൾ, ഈ തുണികളും കാര്യങ്ങളൊക്കെ ഡീക്ലട്ടർ ചെയ്ത് പുറത്താക്കാനുള്ള സംഗതികളൊക്കെ എടുത്ത് പുറത്താക്കിയിട്ട് ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഡീക്ലട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ഈ അടുത്തൊക്കെ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അങ്ങനെ മെനക്കെട്ട പണികളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ മാറ്റി വെച്ച കുറേ പണികളുണ്ട്, പിന്നെ ആവട്ടെ അല്ലെങ്കിൽ കുറച്ച് ഏട്ടെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ച പണികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മടിപ്പണിയായിട്ട്
നിൽക്കുന്ന പണികളാണല്ലോ. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ഈ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ കുറച്ച് ഡാമേജ് ആയതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ സോഫ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഡാമേജ് ആയി പോയതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഡാമേജ് ആയ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ നമ്മളടുത്ത് ബാക്കി വരുന്ന വാൾപേപ്പറാണ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എടുത്തു വെക്കും. ഇതുപോലെ ഡാമേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറക്റ്റായിട്ടുള്ള വാൾപേപ്പർ ഞാൻ വാങ്ങില്ല, കുറച്ചധികം ആക്കിയിട്ടാണ് വാങ്ങുക. അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ ഇതിൻ്റെ അൽക്കുലത്ത് പണിക്ക് നിന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് കൈ കൊണ്ട് എടുത്തപ്പോഴാണ് ഇത് നമ്മളെ ലിക്വിഡ് വാൾപേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അടർന്ന് നിൽക്കണേ കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേറെ വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് വെള്ളമാക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആ വെള്ളം ഉണങ്ങുന്ന സമയം കൊണ്ട് അത് അവിടെ സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തത്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ വന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ലിക്വിഡ് വാൾപേപ്പർ. ഇങ്ങനെ ചുമർമൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ, ഇതെങ്ങനെയാണ് ചെയ്യുക, ഇത് എവിടുന്നാണ് വാങ്ങാൻ കിട്ടുക എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കുറച്ച് ഡാമേജ് ആയതും ഇതുപോലെ ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി കൊടുത്ത് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അൽക്കുലത്ത് പണികൾ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു മടിപ്പണിയായിട്ട് പിന്നെ ആവട്ടെ എന്ന് സംഗതി നിസാരമാണ്. നമ്മൾ ഒരു 10 മിനിറ്റ് എടുത്താൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് മടിപ്പണിയായിട്ട് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കണ കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വാൾപേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്ക് ജനവാതിൽ തുടക്കുക. ഇതാണ് 8ൻ്റെ പണി. എനിക്കുള്ള ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യമൊക്കെ ഇത് നന്ദൂട്ടൻ ചെയ്ത് തരലുണ്ട് കേട്ടോ. ജനവാതിലൊക്കെ തുടയ്ക്കാൻ കുഞ്ഞായ സമയത്ത് ഇതുപോലെ ഷോക്സ് ഒക്കെ ഒന്ന് കയ്യിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ വെള്ളത്തിലാക്കി നനച്ചിട്ട് നല്ല വൃത്തിയിൽ തുടച്ച് തരലുണ്ട്. എല്ലാ ഭാഗവും നല്ല വൃത്തിയാക്കി ജനലൊക്കെ തുടച്ച് തരും. പക്ഷേ ഇപ്പോൾ ഓനെ ഈ പണിക്ക് നിൽക്കാൻ കിട്ടേ ഇല്ല കേട്ടോ. അത് അമ്മ ചെയ്തോ, അപ്പണി അമ്മ ചെയ്തോ എന്ന് പറയും. അങ്ങനെ ഓനും ഈ പണിയിൽ നിന്ന് രാജിവെച്ച്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എന്താ ചെയ്യുക, ഇതിപ്പം ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. ഇങ്ങനെ ജനലിൽ ഇതൊക്കെ പൊടി പിടിച്ച് വണ്ണാമ്പല പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ എന്തിനു പറ്റും. അപ്പോൾ ഞാൻ എന്താക്കും, എന്തായാലും നമ്മൾ ചെയ്യണം. അതുകൊണ്ട് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാൻ ഇറങ്ങാന്നുള്ളതാണ്. അപ്പോൾ 2-3 പാട്ടൊക്കെ അങ്ങനെ പ്ലേ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോഡ്കാസ്റ്റൊക്കെ കേൾക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ മുഴുകിയിട്ട് ഈ ഒരു പണി വലിയൊരു ഭാരമില്ലാത്ത പണിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വേഗം ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. പിന്നെ ഞങ്ങളോട് പറയുകയാണെങ്കിൽ 2014 മെയ് 11 കേട്ടോ ഞങ്ങൾ വീട്ടിൽ കൂടിയത്. ഇപ്പോൾ 2024, അപ്പോൾ ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കൂടിയിട്ട്. അപ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ച് സൂക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ചുമര് പെട്ടെന്ന് കച്ചറ. കുട്ടികളുള്ള വീടാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇവിടെ എനിക്ക് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കണത് ഞാനിങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ വാൾപേപ്പർ ഒട്ടിക്കാത്ത സമയത്ത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പെയിൻറ്റും ബ്രഷ് എടുത്ത് ഇങ്ങനെ നടക്കും. ഇങ്ങനെ കറുപ്പ് കളറാവും കൈ ഇങ്ങനെ വെച്ച്. കുട്ടികൾ നടക്കണ ഭാഗം ശിഖമോളൊക്കെ ചെറിയതാണ് സമയത്ത് കൈ ഇങ്ങനെ വെച്ചോണ്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വെച്ചോണ്ടായിരിക്കും നടക്കുക. കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല നടക്കുക. അപ്പോൾ ആ ഭാഗം മൊത്തം ഇങ്ങനെ കറുപ്പ് കളറായിരിക്കും. അപ്പോൾ പിന്നെയാണ് ഞാനിങ്ങനെ വാൾപേപ്പർ ഓരോരോ ഭാഗമായിട്ട് ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും ഒട്ടിക്കണതല്ല കേട്ടോ. ഓരോ ചുമരായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാലാണ് എനിക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് സോപ്പും വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. ചുമര് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നമ്മളെ ഇത് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ. ഇതിപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ക്ലീൻ ചെയ്യൊന്നുമില്ല കേട്ടോ. ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ ക്ലീൻ ചെയ്യുള്ളൂ. ഇങ്ങനെ വാൾപേപ്പറൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്ന പരിപാടിയുള്ളൂ കേട്ടോ. പിന്നെ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ കൂതറ ലുക്കായിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാവലുണ്ട് കേട്ടോ. ഒന്നാമത് വൈറ്റ് കളറാണ് വാൾപേപ്പർ ഇവിടെ നമ്മൾ ഈ റൂമിലൊക്കെ ഒട്ടിച്ചത്. വേറെ ഡാർക്ക് കളറൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു ഇരുണ്ട് പോവും, റൂമൊക്കെ ആവുമ്പോൾ ഇരുണ്ട് പോണ പോലെ. അപ്പോൾ ആ കളറിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ എടുക്കുന്ന സമയത്ത് കുറേ വള്ളിയും പുള്ളിയും പിന്നെ പൂക്കളും ഇലകളൊക്കെ ഉള്ളത് എടുത്തു കഴിഞ്ഞാലും കുറേ എന്തൊക്കെയോ റൂമിൽ നിറച്ച് വെച്ചതിനോട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈൻസ് എടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഡിസൈനിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഡിസൈനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് അതിൻ്റെ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് ബോറായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നല്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനിങ് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നല്ല വൃത്തിയിൽ തന്നെ നല്ല ലുക്ക് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമ്മളെ വീട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വാൾപേപ്പറൊക്കെ ഒന്ന് കുറച്ച് സോപ്പും വെള്ളത്തിലൊക്കെ ഒന്ന് തുടച്ചെടുത്ത് 2 പ്രാവശ്യം തുടയ്ക്കണം. ആദ്യത്തെ തുടയ്ക്കലിൽ ഫുള്ള് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ കൂടെ ഇളകി പോരുന്ന സമയമായിരിക്കും. അപ്പം ഒരു ചളി പോലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നല്ലോണം ഒന്ന് ആറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ
നീറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ നല്ല കച്ചരയായ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് അവിടേക്കൊന്ന് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് വാൾപേപ്പറൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിടുക എന്നുള്ള പരിപാടി. ഇത് എനിക്ക് ഇടക്കിടക്കുള്ളൊരു സൂക്കടേന് കേട്ടോ. ഇപ്പം കുറേ കാലമായിട്ട് അങ്ങനെ ഞാൻ വലിയ കാര്യമായിട്ടൊരു രീതിയിൽ അങ്ങനെ മാറ്റിയിട്ടില്ല. എൻ്റെ വീട്ടിലുള്ള കട്ടിലും അൾമാരിയൊക്കെ ഈ കൈയും കാലും വെച്ച ആൾക്കാരെ പോലെയാണ്, അല്ല കൈയും കാലും വെച്ച ആൾക്കാരല്ല, കൈയും കാലുള്ള ആൾക്കാരെ പോലെയാണ് നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഇന്ന് ഇവിടെയാണ് കട്ടിലെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ അപ്പുറത്തെ റൂമിലായിരിക്കും, അപ്പുറത്തെ റൂമിലുള്ള ആൾമാർ ഇപ്പുറം ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ഇപ്പം കുറേ കാലമായിട്ട് അത് ഞാനിങ്ങനെ ചെയ്യണ കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചേച്ചിമാരൊക്കെ പറയലുണ്ട്, അബി ഞങ്ങളും ഇങ്ങനെ തന്നെയാണ് ആദ്യമൊക്കെ ഭയങ്കര ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി അങ്ങോട്ടും വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ടൊക്കെ കൊണ്ടടക്കേനി, പിന്നെ ഉരവേദനയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണല്ലേ വീടിൻ്റെ അകത്ത് മൊത്തത്തിൽ. എനിക്ക് അങ്ങനെ തോന്നലുണ്ട് കേട്ടോ, ആ ഒരു ലുക്കൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഹരിതസേനേൻ്റെ ആൾക്കാർ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ അതും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുറേ വേസ്റ്റ് ഉള്ളതും അങ്ങോട്ട് പോയതിനെ കൊണ്ട് തന്നെ അതും ഒരു സമാധാനമായിട്ടോ. അപ്പോൾ ഇനിയുള്ള പരിപാടി, അപ്പോൾ ഇനി കുറച്ച് പേപ്പർ വേസ്റ്റ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അത് തീയിടാനാണെങ്കിലും മഴയൊന്നും ചോരണ്ട, എന്നിട്ടല്ലേ തീയിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഉള്ളൂ ഇനി പരിപാടി. വേസ്റ്റിൻ്റെ കാര്യത്തിൽ പിന്നെ ഇനിയിപ്പം ആ ഒരു കാര്യം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്കുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനിത് നമ്മളെ ഈ ഡൈനിങ് ടേബിൾ ഒന്ന് മറിച്ചിടാൻ ഇന്ന് ഫുള്ള് വെള്ളി തന്നെയാണ് കേട്ടോ. ഡൈനിങ് ടേബിൾ മറിച്ചിടല്ല, ഡൈനിങ് ടേബിൾ ഒന്ന് തിരിച്ചങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ അതിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മേലുള്ള പ്യൂരിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെച്ച് പിന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ അതുപോലെ കസേരയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ കസേര ഈ പറഞ്ഞ പോലെ മാറ്റണം എന്ന് കുറേ കാലമായിട്ട് വിചാരിക്കണം കേട്ടോ. മരത്തിൻ്റെ കസേര വാങ്ങണം എന്ന് കുറേ കാലമായിട്ട് വിചാരിക്കണം. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ ഇങ്ങനെ ഓഫറും കാര്യങ്ങളും കണ്ടിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മളെ കയ്യിൽ പൈസ ഇല്ല. ഇനി പൈസയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫറും ഇല്ല എന്ന് പറഞ്ഞ കണക്കായി. പിന്നെ ഞാൻ പൈസക്കായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് പൈസക്കാക്കി ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഓഫർ തീർന്നു. അപ്പോൾ ഓഫറിലുള്ള ആ ഒരു പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ പിന്നുള്ള ആ ഒരു അതിൻ്റെ ശരിക്കുള്ള വില കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വാങ്ങാനും തോന്നിയില്ല. അതാണ് ഉണ്ടായത് സംഗതി. അപ്പോൾ എന്തായാലും ഒരു 2-3 കസേര വാങ്ങിയിടണം. പിന്നെ ആദ്യം മുതലേ നമ്മളെ ഫോളോ ചെയ്യണ ആരതിനെയൊക്കെ പോലെയുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിനി കേട്ടോ, അബി ഇപ്പം എന്താ കർക്കിടകം തുടങ്ങിയിട്ട് വീഡിയോസൊന്നും കർക്കിടകത്തിൻ്റെ സീരീസ് പോലത്തെ വീഡിയോസൊന്നും കാണാത്തതെന്ന്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഏട്ടൻ്റെ വെല്ലിച്ചൻ്റെ മോൻ മരിച്ചിട്ട് ഏട്ടൻ മരിച്ചിട്ട് അത്ര ദിവസമേ ആയിട്ടുള്ളൂ, 16 കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കർക്കിടകത്തിന് വിളക്ക് വെക്കാനോ ശീബോധിക്ക് വെക്കണ ഒരു ചടങ്ങൊക്കെ ഉണ്ട്. കർക്കിടകം 1 മുതൽ കർക്കിടകം തീരുന്ന വരെ നമ്മൾ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശീബോധിക്ക് വെക്കും. നമ്മളെ ശ്രീ ഭഗവതീനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശീബോധിക്ക് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല, 16 കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ അങ്ങനത്തെ ആ ഒരു കർക്കിടക സീരീസ് വരാത്തത്. ഇനിയിപ്പോൾ നമുക്ക് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലേറ്റായി പോയത് ഈ ഒരു കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെക്കലുണ്ടേന് കേട്ടോ. പിന്നെ ഈ ഇതെന്താണ് ശീബോധിക്ക് വെക്കുക കർക്കിടകം 1 മുതൽ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ ഞാൻ സംക്രാന്തി ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ മടി പിടിച്ച് ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുന്ന പോലെയല്ല പണ്ടത്തെ ആൾക്കാർ, നമ്മൾ വിചാരിച്ച ആൾക്കാരെന്നല്ല, ഓരൊക്കെ പുപ്പുലികളേന്. ഈ ഒരു രാമായണ മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഭക്തി സാന്ദ്രമായി എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി മുൻതൂക്കമൊക്കെ കൊടുത്ത് പിന്നെ മഴക്കാലത്ത് സൂക്കടൊക്കെ കൂടുതൽ വരുന്ന സമയമാണല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വൃത്തിയായിട്ട് വെക്കുക, വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ സൂക്കടും കാര്യങ്ങളൊന്നും നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പണ്ടത്തെ ആൾക്കാർ, നമ്മൾ വിചാരിച്ച ആൾക്കാരെന്നല്ല, പണ്ടത്തെ ആൾക്കാർ ഇതുപോലെ സംക്രാന്തി ദിവസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളും ഫോളോ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ അന്ധവിശ്വാസം അത് ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഓരോരോ നല്ല നല്ല കാര്യങ്ങളും ഉണ്ടാവും ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ. അപ്പോൾ ആ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഇതുപോലെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ശുദ്ധിയാക്കി ഇങ്ങനെ എടുത്ത് വെക്കണം. എന്തൊക്കെയാണ് ഞാൻ പറയണത്, വീടൊക്കെ ഇങ്ങനെ ഇതുപോലെ വൃത്തിയാക്കി ശുദ്ധിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലതില്ല. അപ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ അതങ്ങനെ ഡൈനിങ് ടേബിളും കസേരയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പിന്നെ നമ്മൾ അടുക്കള ഡീപ്പ് ക്ലീനിങ് ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അടുക്കള നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതല്ലേ, മേക്ക് ഓവറൊക്കെ കൊടുത്ത് സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചതല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം നിന്ന് ഞാൻ തൊട്ടിട്ടില്ല. അപ്പം ബാക്കിയുള്ള പുറത്തുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലത്തെ സംക്രാന്തി ദിവസത്തെ അതിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി ഉണ്ടാക്കാൻ നോക്കാം അല്ലേ.
ഈ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള പരിപാടി നമ്മളെ വീട്ടമ്മമാരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് സേമിയോ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് കൊഞ്ചല്ലേ നമ്മളെ ചെമ്മീനും ഫ്രിഡ്ജിലുണ്ട്. എന്നാ പിന്നെ ഇനി തിരിഞ്ഞും പറഞ്ഞ് നോക്കട്ടെ, ഇന്ന് വൈകുന്നേരത്തേക്ക് നല്ലൊരു അടിപൊളി സേമിയോ ചെമ്മീൻ ബിരിയാണി ആക്കിയാലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ പണി നോക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി കുക്ക് വെയർ പരിചയപ്പെടുത്തി തരാം. നല്ലൊരു കുക്കിംഗ് പാർട്ട്ണറാണ് ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്ട്സ്. അപ്പോൾ ഇൻഡസ് വാലിൻ്റെ 2.9 ലിറ്ററിൽ വരുന്ന ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ. ലിഡോട് കൂടിയിട്ട് വരുന്ന ഒരു ബിരിയാണി പോട്ടാണിത്. പിന്നെ ഇപ്പോൾ ഇൻഡസ് വാലി എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണല്ലേ. അങ്ങനെ പോപ്പുലർ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരെ പ്രീമിയം ക്വാളിറ്റി 100% പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഇവരെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നതായാലും കാസ്റ്റ് അയണിൽ വരുന്നതായാലും ഒരുപാട് കുക്ക് വെയേഴ്സ് ഉണ്ട് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് തരം കുക്ക് വെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് വഴി ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് കാണാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂപ്പൺ കോഡ് നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അബിന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 12% ഡിസ്കൗണ്ട് കൂടി എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഇവരെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 100% ഫുഡ് സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഇവരെ ഇൻഡസ് വാലി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ വരുന്ന കുക്ക് വെയേഴ്സ് ആണ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ടു ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഡിഷ് വാഷർ സേഫ് ആണ്. എഫേർട്ട്ലെസ് കുക്കിങ്ങിന് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇപ്പോൾ കാസ്റ്റ് അയൺ ഒക്കെ ചിലപ്പോൾ 1-2 കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ നമ്മളെ കയ്യിൽ അത്യാവശ്യത്തിന് ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ സ്റ്റീലിൻ്റെതായിരിക്കില്ലേ. അപ്പം വെറുതെ ലോക്കൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങുന്നതിന് പകരം കുറച്ചൊരു പൈസയും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇൻഡസ് വാലി പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഇൻഡസ് വാലിൻ്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും അഡിക്റ്റ് ആയിപ്പോവും. പിന്നെ വേറൊരു ബ്രാൻഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയില്ല കുക്ക് വെയേഴ്സിൻ്റെ കാര്യത്തിൽ കേട്ടോ. കണ്ണും പൊട്ടി നമുക്ക് വാങ്ങാം. അതിൽ ഞാൻ 101% ഗ്യാരണ്ടിയാണ്. പിന്നെ ഇൻഡസ് വാലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന പ്രൊഡക്ട്സിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്രാച്ച് പ്രൂഫ് ആണ്. അതുപോലെ തന്നെ റസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട. ഡ്യൂറബിൾ ആയിട്ടുള്ള ഫേം ഗ്രിപ്പിൽ വരുന്ന റിവേർട്ടഡ് ഹാൻഡിൽസ് ആണ് ഇതിന് വരുന്നത്. സ്ക്രൂ അഴിഞ്ഞു പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അത്രയും ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇൻഡസ് വാലി നമുക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഈ ഒരു കടായി പല സൈസിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൈസിൽ മാത്രമല്ല ഓരോ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സൈസിൽ ഇൻഡസ് വാലി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. ചെക്ക് ചെയ്ത് നോക്കണതിന് പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ലിങ്ക് വഴി ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉള്ളത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു കാര്യം മറന്നു പോകേണ്ട. നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് അബിന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12% ഡിസ്കൗണ്ടും കൂടി കിട്ടും എന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിന് കേട്ടോ, അബി ഈ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള പരിപാടിക്കാണ് കേട്ടോ നിൽക്കൽ. അങ്ങനെ വലിയ അൽക്കുലത്ത് പണിക്കൊന്നും നിൽക്കലില്ല. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല അത്യാവശ്യം ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന റെസിപ്പീസൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇത് അതിലൊന്നാണ്. നമുക്ക് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പം സേമിയോൻ്റെ ഇതുപോലെ ബിരിയാണിയൊക്കെ ഇപ്പോൾ നമ്മൾ കുറച്ച് കൊഞ്ചനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊഞ്ചനോ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് കുറച്ചൊന്ന് എടുത്ത് വെച്ച് അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിത് എൻ്റെ ഒരു റെസിപ്പി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളെ നൈസായിട്ട് അരിഞ്ഞ ഉള്ളിയും കൂടി ഒന്ന് വറുത്ത് കോരി എടുത്ത് വെക്കും. പിന്നെ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കൊഞ്ചം ചെമ്മീനാണ് എടുത്തത്. അപ്പോൾ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്ത് അതും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി പിന്നെ ആ ഒരു വെളിച്ചെണ്ണയിലേക്കാണ് ആ ഒരു നെയ്യിലേക്കാണ് നമ്മൾ നെയ്യോ വെളിച്ചെണ്ണ ഏതായാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു നെയ്യിലേക്ക് പിന്നെ നമ്മളിതാ അരിഞ്ഞ് ആ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് മസാല ഉണ്ടാക്കുക മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ബിരിയാണി മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും തക്കാളിയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ അത് അവിടെ ഒന്ന് റെഡിയാക്കാൻ വെച്ച് അപ്പോഴത്തേക്ക് ഞാൻ അടുത്തൊരു പാത്രത്തിലായിട്ട് ഇതിൻ്റെ ഇപ്പുറം തന്നെ നമുക്ക് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ട് സേമിയ അതിലൊന്ന് വേവിച്ചെടുത്തിട്ട് ആ ഒരു സേമിയ അധികം വെന്ത് കുഴഞ്ഞു പോകാണ്ട് നോക്കിയാൽ മതി. ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതൊന്ന് ഊറ്റി അവിടെ വെക്കാം. പണി സംഗതി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ പറഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ, പറഞ്ഞു വരുമ്പോൾ വിചാരിക്കും എന്തോ വലിയ കാര്യമായിട്ടാണ് ഉണ്ടാക്കണമെന്ന്. ഒന്നുമില്ല. ഈ ഒരു ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ആ മസാലയും കൂടി ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സേമിയയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. തടഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ചൂടിൽ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ആ ഒരു മണവും
പിന്നെ ആ ഒരു ചെമ്മീൻ അടക്കം കടിക്കുമ്പോഴും പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വറുത്ത കൂട്ടത്തിൽ ഈ കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത് കിട്ടുകൊടുത്ത കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ക്യാരറ്റ് നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ക്യാരറ്റ് ബീൻസ് അങ്ങനെയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിൽ ബാക്കിയുള്ള ഞാനൊരു ഐഡിയ ഏകദേശം ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇനിയിപ്പോൾ സേമിയോൻ്റെ ഇതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓരോ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ വറുത്ത് വെച്ച സംഗതികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ബിരിയാണി സേമിയോ ചെമ്മീൻ ബിരിയാണി സെറ്റായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. ഞാൻ ഈ പറഞ്ഞ പോലെ ചൂടോടെ കഴിക്കാനാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ ഇൻസ്റ്റൻ്റ് ഐ ഡി ഞാനിപ്പോൾ ഈ അടുത്താണ് ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഐ ഡി ഇട്ട സമയത്ത് കുറേ ഫ്രണ്ട്സിന് നമുക്ക് ഇൻസ്റ്റയിൽ കിട്ടി. അപ്പോൾ ഇൻസ്റ്റൻ്റ് ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, പറ്റുന്നുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.